ഹാബിറ്റ് നമ്പർ 1. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണരുക. ദുർബലർ അലാം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് തിരിഞ്ഞുകിടന്ന് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. എന്നാൽ ശക്തരായവരങ്ങനെയല്ല. അവർ ദിവസം തുടങ്ങുന്നത് പൂർണ്ണ നിയന്ത്രണത്തോടെയായിരിക്കും. തിരക്കില്ല, ബഹളമില്ല, യാതൊരു ടെൻഷനുമില്ല. നിങ്ങൾ ദിവസം തുടങ്ങുന്ന രീതിയാണ് നിങ്ങളുടെ ബാക്കി ദിവസത്തെ തീരുമാനിക്കുന്നത്. ഒരു ലക്ഷ്യബോധത്തോടെ നിങ്ങൾ ദിവസം ആരംഭിച്ചാൽ ബാക്കി കാര്യങ്ങൾ തനിയെ അതിനെ പിന്തുടർന്നോളും. ഹാബിറ്റ് നമ്പർ 2. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ എല്ലാ ശക്തിയുടെയും ബേസ്. ദിവസവും 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ ശരീരം അനക്കിയിരിക്കണം. പുഷപ്പ്, ഓട്ടം, സ്ട്രെച്ചിങ് എല്ലാം അതിൽപ്പെടും. നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് വെറും നല്ല ലുക്കിനു വേണ്ടി മാത്രമല്ല. ലൈഫിൽ വരുന്ന വെല്ലുവിളികൾ നേരിടാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു കരുത്തുണ്ടായിരിക്കണം. അങ്ങനെ ഒരവസ്ഥയിൽ ലൈഫ് നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ റെഡിയായിരിക്കും. ഹാബിറ്റ് നമ്പർ 3. രാവിലെ ഫോൺ ഒഴിവാക്കുക. ദുർബലർ എപ്പോഴും ദിവസം തുടങ്ങുന്നത് മറ്റുള്ളവരുടെ ചിന്തകളും വാർത്തകളും കണ്ടുകൊണ്ടാണ്. എന്നാൽ ശക്തരങ്ങനെയല്ല. അവർ ദിവസം തുടങ്ങുന്നത് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് രാവിലെ ഒരു പേജ് വായിക്കുക, എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ കുറച്ചുനേരം വെറുതെ ശാന്തമായിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ അതിനെ നിയന്ത്രിക്കും. ഹാബിറ്റ് നമ്പർ 4. നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കിയിരിക്കുക. ചുറ്റുമുള്ള അലങ്കോലം നമ്മളറിയാതെ നമ്മുടെ ചിന്തകളെയും കാര്യക്ഷമതയെയും ബാധിക്കും. അതുകൊണ്ട് ശക്തരായവർ ചെറിയ കാര്യങ്ങളിൽ പോലും ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കും. ബെഡ് നേരെയാക്കുക, ഡെസ്ക് വൃത്തിയാക്കുക, ചുറ്റുപാടിൽ ഒരു ചിട്ട കൊണ്ടുവരിക. നിങ്ങളുടെ മുറി അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വ്യക്തമായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഹാബിറ്റ് നമ്പർ 5. ദിവസവും മനഃപൂർവ്വം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുക. കംഫർട്ട് സോൺ അവസാനിക്കുന്നിടത്താണ് ശക്തി വളരുന്നത്. അത് അതിരാവിലെ തണുത്ത വെള്ളത്തിലുള്ളൊരു കുളിയാകാം, ഒരു കഠിനമായ വർക്കൗട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഏതെങ്കിലും ഒരു ടാസ്ക് ആവാം. ബുദ്ധിമുട്ടുകളെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ദുർബലർ അസ്വസ്ഥതകളിൽ നിന്ന് ഓടിപ്പോകും. ശക്തർ അതിലേക്ക് നടന്നു ചെല്ലും. ഹാബിറ്റ് നമ്പർ 6. കൊടുത്ത വാക്ക് പാലിക്കുക. നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതൊരു വിഷയമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് സ്വയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. മറ്റാരും കാണാത്തപ്പോൾ നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആ സത്യസന്ധതയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആത്മഭിമാനം നൽകുന്നത്. നിങ്ങൾ ഓരോ തവണ വാക്ക് തെറ്റിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം പതിയെ തകർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഓരോ തവണ വാക്ക് പാലിക്കുമ്പോഴും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഹാബിറ്റ് നമ്പർ 7. ഗുണമില്ലാത്തതൊന്നും മനസ്സിലേക്കെടുക്കാതിരിക്കുക. ദുർബലർ എപ്പോഴും ഗോസിപ്പുകൾ, പേടിപ്പെടുത്തുന്ന വാർത്തകൾ, ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ ശക്തർ അങ്ങനെയല്ല. അവർ തങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ ഫിൽട്ടർ ചെയ്യും. നിങ്ങൾ കാണുന്ന വീഡിയോകൾ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം നിങ്ങളെ രൂപപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ശക്തി നൽകുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലാതെ നിങ്ങളെ തളർത്തുന്നതൊന്നും വേണ്ട. ഹാബിറ്റ് നമ്പർ 8. വ്യക്തമായി സംസാരിച്ച് ശീലിക്കുക. സ്വയം വ്യക്തമായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് മറ്റൊരാളെ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായി പറയുക. ദുർബലമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആശയത്തെ ഒളിച്ചുവെക്കാതിരിക്കുക. നിങ്ങളുടെ ശബ്ദം ഒരായുധമാണ്. അതിനെ ട്രെയിൻ ചെയ്യുക, മൂർച്ച കൂട്ടുക, ലക്ഷ്യത്തോടെ ഉപയോഗിക്കുക. ഹാബിറ്റ് നമ്പർ 9. ദിവസവും സ്വയം വിലയിരുത്തുക. ദിവസം അവസാനിക്കുമ്പോൾ ശക്തരായവർ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ന് ഞാൻ നന്നായി ചെയ്തതെന്താണ്? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? നാളെ ഞാൻ എന്തു മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകാതിരിക്കാൻ സഹായിക്കും. ഈയൊരു ശീലമാണ് നിങ്ങൾക്ക് യഥാർത്ഥ ശക്തി തരുന്നത്. ഹാബിറ്റ് നമ്പർ 10. കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടിക്കുക. ദുർബലർ എൻലെസ്സായി സ്ക്രോൾ ചെയ്യും, മറ്റുള്ളവരുടെ ജീവിതത്തോട് പ്രതികരിക്കും. ശക്തർ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കും. അതവരുടെ ശരീരമാവാം, ഒരു ബിസിനസ്സാവാം, ഒരു സ്കില്ലാവാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാവാം. സൃഷ്ടിയിലാണ് ശക്തിയുള്ളത്. കാരണം നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറുന്നത് അവിടെ വെച്ചാണ്. ശക്തി എന്നത് വെറുതെ എവിടെ നിന്നോ കിട്ടുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങൾ ഉണരുന്ന രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, മറ്റാരും കാണാത്തപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതി, അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. ഒരിക്കലും നിർത്തിപ്പോകരുത്.